നമസ്കാരം. തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗത്ത് പാറ്റൂരുള്ള ആർടെക് എംപയറിലെ ഒരു പ്രീമിയം ക്വാളിറ്റി ഫ്ലാറ്റിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ജെനുവിൻ ഡീൽസിലൂടെ നമ്മൾ പങ്കുവയ്ക്കുന്നത്. ഇവിടെ നിന്നും 2.5 കിലോമീറ്റർ വ്യത്യാസത്തിലാണ് സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. 1 കിലോമീറ്റർ ദൂരത്തിൽ പേട്ട റെയിൽവേ സ്റ്റേഷനുമുണ്ട്. 3 കിലോമീറ്റർ ദൂരത്തിൽ എയർപോർട്ട്, 6 കിലോമീറ്റർ ദൂരത്തിൽ ലുലു മാൾ, 3.5 കിലോമീറ്റർ വ്യത്യാസത്തിൽ മെഡിക്കൽ കോളേജ്, 4 കിലോമീറ്റർ ദൂരത്തിൽ കിംസ്, 12 കിലോമീറ്റർ ദൂരത്തിൽ ടെക്നോ പാർക്ക്, 2 കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ, കോളേജുകൾ എന്നീ എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ ഒരു പ്രൈം ലൊക്കേഷനാണ് പാറ്റൂർ. ഞാനിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെയും എയർപോർട്ടിൻ്റെയൊക്കെ ദൂരവ്യത്യാസം പറഞ്ഞെങ്കിലും ഈ ഫ്ലാറ്റിൻ്റെ ബാൽക്കണിയിൽ നിന്നാൽ തന്നെ നമുക്ക് കാണാവുന്ന ദൂരത്തിലാണ് തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ട്. അതേപോലെ കിംസ് ഹോസ്പിറ്റൽ ഈ ബാൽക്കണിയിൽ നിന്നാൽ കാണാവുന്നതാണ്. ഇതിൻ്റെ മുന്നിലൂടെ പോകുന്നത് തിരുവനന്തപുരം എയർപോർട്ട് റോഡാണ്. സോ എല്ലാം തന്നെ വളരെ അടുത്ത് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ കിട്ടാവുന്ന സൗകര്യങ്ങൾ ഇതിന് ചുറ്റിനും തന്നെ ഉണ്ട്. 2050 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമും 4 വാഷ്റൂമോട് കൂടിയ ഈ ഫ്ലാറ്റ് 10 വർഷം പഴക്കമുള്ള ഒരു യൂസ്ഡ് ഫ്ലാറ്റാണ്. ഇത് ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള സെൻട്രലൈസ്ഡ് AC-യുമാണ്. ആർടെക് എംപയറിൻ്റെ ഈ ഫ്ലാറ്റിൽ ലഭിക്കുന്ന മറ്റ് അമ്യൂണിറ്റീസ് എന്ന് പറയുന്നത് റൂഫ് ടോപ്പിൽ ഒരു സ്വിമ്മിംഗ് പൂളുണ്ട്, അതുപോലെ തന്നെ ബില്യാർഡ്സ് ഉണ്ട്, സ്പാ ഏരിയ ഉണ്ട്, സോനാ ബാത്തുണ്ട്, സ്റ്റീം ബാത്തുണ്ട്, മിനി തിയേറ്ററുണ്ട്, ജിമ്മുണ്ട്. ഈ ഫ്ലാറ്റിൻ്റെ പ്രത്യേകത 2 കാർ പാർക്കിംഗ് സൗകര്യം കൂടി ഇതിന് വരുന്നുണ്ട്. നമുക്കിനി അകത്തെ വിശേഷങ്ങൾ കാണാം. എൻട്രൻസ് ഡോർ എന്ന് പറയുന്നത് സെൻസർ ലോക്കാണ്. ഇതാണ് ഫ്ലാറ്റിലെ എൻട്രൻസ്. കയറി വരുമ്പോൾ തന്നെ ആദ്യം തന്നെ കുറച്ച് നല്ല ഷോക്കേഴ്സുകളൊക്കെ വളരെ മനോഹരമായി ഒരുക്കി വെച്ചിട്ടുണ്ട്. എല്ലാം ഒരു വുഡൻ ഫിനിഷിങ്ങിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ കയറി വരുന്നത് വളരെ വിശാലമായ ഒരു ലിവിങ് സ്പേസിലേക്കാണ്. ലിവിങ് ഏരിയയിൽ നിന്നും ഡൈനിങ് ഏരിയയിലേക്ക് ഒരു സെപ്പറേഷൻ വെച്ചിട്ടുണ്ട്. ആ സെപ്പറേഷൻ എന്ന് പറയുന്നത് വുഡൻ ഫിനിഷിങ്ങിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു സ്ലൈഡിങ് ഡോറും കൊടുത്തിട്ടുണ്ട്. ഇത് തന്നെ നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ, നമുക്ക് ഫാമിലി ആയിട്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റ് സ്ത്രീകളൊക്കെ വരുമ്പോൾ അവർക്ക് ഒരു പ്രൈവസിക്ക് വേണ്ടിയിട്ട് ഈ ഡോർ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. വെസ്റ്റേൺ പ്ലൈവുഡിലാണ് ഡൈനിങ് ടേബിൾ നിർമ്മിച്ചിരിക്കുന്നത്. സ്റ്റോറേജിന് വളരെയധികം പ്രാധാന്യം ഈ വീടിന് ഫുള്ളേ നൽകിയിട്ടുണ്ട്. ഈ ഡൈനിങ് റൂമിലും വളരെ ഒരു അടിപൊളി മനോഹരമായ ഒരു ഷോക്കേഴ്സ് വെച്ചിട്ടുണ്ട്. അതും വുഡൻ ഫിനിഷിങ്ങിലാണ് ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോകാം. ഈ മുറി ഒരു വുഡൻ ഫിനിഷിങ്ങിൻ്റെ തീമിലാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇതെല്ലാം വുഡൻ ഫിനിഷിങ്ങിലാണ് കബോർഡുകളിലെല്ലാം ചെയ്തിരിക്കുന്നത്. ഇത് വന്നിട്ട് ടീക്കാണ്. ടീക്കിൻ്റെ വുഡിലാണ് ഈ കബോർഡ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സ്റ്റോറേജിന് വളരെയധികം പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഈ മാസ്റ്റർ ബെഡ്റൂമിൽ ഈ സ്റ്റോറേജിനായി ഒരു സെപ്പറേറ്റ് ഏരിയ തന്നെ തിരിച്ചിട്ടുണ്ട്. ഇവിടെ മൊത്തം കബോർഡുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഈ ഡോർ എന്ന് പറയുന്നത് സ്ലൈഡിങ് ഡോറാണ്. ഇവിടെ അത്യാവശ്യം നമുക്ക് വലിയ സാധനങ്ങൾ, മെത്തയോ അങ്ങനെയൊക്കെയുള്ള വലിയ സാധനങ്ങൾ വയ്ക്കാവുന്ന തരത്തിലുള്ള സ്റ്റോറേജ് സ്പേസ് ഒരുക്കിയിട്ടുണ്ട്. ഈ ബെഡ്റൂമിൻ്റെ വാഷ്റൂമിലേക്ക് പോകാം. ഈ വാഷ്റൂമിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇവിടെ നിന്നും ഒരു ചെറിയ സ്പേസ് നമുക്ക് അത്യാവശ്യം തുണി വിരിക്കാനൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു കോർണർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ചെറിയ ബാൽക്കണി കൂടിയാണ്. വളരെ സ്പീഷ്യസ് ആയിട്ടുള്ള ഒരു വാഷ്റൂമാണിത്. അത്യാവശ്യം ആധുനിക സൗകര്യങ്ങളെല്ലാം തന്നെ ഈ വാഷ്റൂമിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ വാഷ്റൂം ആയതുകൊണ്ട് തന്നെ ഏകദേശം ഒരു മുറിയുടെ തന്നെ വലിപ്പത്തിലേക്ക് ഈ വാഷ്റൂം അവർ സെറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ റൂമുകളിലും ഇതിൻ്റെ സ്റ്റോറേജിന് വളരെയധികം പ്രാധാന്യം നൽകിയിട്ടുണ്ട്. റൂമിൻ്റെ വാഷ്റൂം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ഇത് ഓൾറെഡി യൂസ്ഡ് ആയിട്ടുള്ള ഒരു ഫ്ലാറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫ്ലാറ്റാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. എല്ലാ റൂമിലെ വാഷ്റൂമുകളും അത്യാവശ്യം സ്പീഷ്യസ് ആയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്ത ബെഡ്റൂമിലേക്ക് പോകാം. ഇതാണ് ഇവിടുത്തെ 3ാമത്തെ ബെഡ്റൂം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ മുറികളിലും സ്റ്റോറേജിന് വളരെയധികം പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഈ റൂം ശ്രദ്ധിച്ചാലും അറിയാം, മൊത്തം സ്റ്റോറേജിന് വേണ്ടിയിട്ട് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അതെല്ലാം തന്നെ പ്രീമിയം ക്വാളിറ്റി സാധനങ്ങളാണ്.
അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്തൊക്കെ സാധനങ്ങളാണ്. എല്ലാ റൂമുകളിലും സെപ്പറേറ്റ് എ സി ഉണ്ട്. ഇപ്പോൾ തന്നെ ഇതെല്ലാം ഫുൾ ഫർണിഷ്ഡായിട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ ഈ വീട് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അത്യാവശ്യം വസ്ത്രങ്ങൾ എടുത്തിട്ട് ഇങ്ങ് വന്നാൽ മതി, അങ്ങ് താമസിക്കാനായിട്ട് എത്തിയാൽ മതി. കാരണം ബാക്കി എല്ലാ അത്യാധുനിക സൗകര്യങ്ങളും ഈ വീട്ടിൽ തന്നെയുണ്ട്. ഇവിടെ എല്ലാം തന്നെ വുഡൻ ഫിനിഷിങ്ങിൽ നമുക്ക് കബോർഡാണെന്ന് പോലും മനസ്സിലാവാത്ത രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇതൊരു കബോർഡാണ്, പക്ഷെ പെട്ടെന്ന് കണ്ടാൽ തോന്നും ചുമ്മാ ഒരു വോളാണെന്ന് നമുക്ക് തോന്നും. എന്നാൽ ഇതൊരു കബോർഡിൻ്റെ ഡോറാണ്. ഇനി നമുക്ക് വാഷ്റൂം നോക്കാം. എല്ലാ വാഷ്റൂമുകളും വളരെ സ്പീഷ്യസ് ആയിട്ടുള്ള വളരെ സ്ഥല സൗകര്യത്തോടു കൂടിയാണ് വാഷ്റൂമുകളെല്ലാം തന്നെ നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഫ്ലാറ്റിൻ്റെ കിച്ചൺ കാണാം. ഇതാണ് ഇവിടുത്തെ കിച്ചൺ. ഇതിൻ്റെ ഡോർ എന്ന് പറയുന്നത് വുഡൻ ഫിനിഷിംഗ് ആണ്. മൊത്തത്തിൽ കിച്ചൺ എന്ന് പറയുന്നത് ഒരു വുഡൻ ഫിനിഷിങ്ങിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും നിറയെ കബോർഡിന് വളരെയധികം പ്രാധാന്യം, സ്റ്റോറേജിന് വളരെയധികം പ്രാധാന്യം നൽകിയിട്ടുണ്ട്. എല്ലാം ഒരു വുഡൻ ഫിനിഷിങ്ങിലാണ് ചെയ്തിരിക്കുന്നത്. കറൻ്റ്ലി ഇപ്പോൾ കുക്കിംഗ് കഴിഞ്ഞതേ ഉള്ളൂ. നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ തന്നെ അത്യാവശ്യം കുറച്ച് മെസ്സിയായിട്ട് കിടപ്പുണ്ടാവും. കാരണം ഓൾറെഡി നമ്മൾ പറഞ്ഞു ഇവിടെ ഇപ്പോൾ ആൾതാമസമുള്ള ഒരു ഫ്ലാറ്റാണ്. ഇവിടെ ഈ കിച്ചണോട് ചേർന്ന് തന്നെ നമുക്കൊരു വാഷ്റൂമുണ്ട്. ഇതെന്ന് പറയുന്നത് സെർവൻ വാഷ്റൂമാണ്. ഇതാണ് ഈ ഫ്ലാറ്റിൻ്റെ ബാൽക്കണി. ബാൽക്കണി എന്ന് പറയുന്നത് വളരെ വിശാലമായ വളരെ സ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണിയാണ്. ഇപ്പോൾ ഇവിടെ സമയം ഉച്ചയ്ക്ക് 12:30. പക്ഷേ ഈ സമയത്ത് ഇവിടെ നിന്നിട്ട് പോലും ഒരല്പം പോലും നമുക്ക് ചൂട് അനുഭവപ്പെടുകയോ അല്ലെങ്കിൽ മറ്റു ബുദ്ധിമുട്ടുകളുണ്ടാവുകയോ ഒന്നും ചെയ്യുന്നില്ല. കാരണം അത്രയധികം കാറ്റ് വരുന്നുണ്ട്. വളരെയധികം എയർ സർക്കുലേഷൻ ഇപ്പോൾ ഉള്ള ഒരു സ്ഥലമാണ് ഈ ബാൽക്കണി. നിങ്ങളിപ്പോൾ കണ്ട തിരുവനന്തപുരം പാറ്റൂർ ആർടെക് എംപയറിലെ 2050 സ്ക്വയർ ഫീറ്റിലെ 3 ബെഡ്റൂമോട് കൂടിയ ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള 10 വർഷം പഴക്കമുള്ള ഈ ഫ്ലാറ്റിൻ്റെ വില വരുന്നത് 1,85,00,000 രൂപയാണ്. ഇത് നെഗോഷ്യബിളാണ്. ഈ ഫ്ലാറ്റിൽ നമുക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ, ഇവിടെയുള്ള സെക്യൂരിറ്റി സിസ്റ്റം, മറ്റ് അമ്യൂണിറ്റീസ് അല്ലെങ്കിൽ മറ്റ് ചുറ്റിനുമുള്ള എല്ലാവിധ ഫെസിലിറ്റീസും വെച്ച് നോക്കുമ്പോൾ ഇതൊരു വലിയ തുകയേ അല്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഫ്ലാറ്റ് വന്ന് കാണാവുന്നതാണ്. 10 വർഷം പഴക്കമുണ്ടെങ്കിലും ഫുൾ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് പോകുന്ന ഒരു വളരെ അടിപൊളി മനോഹരമായ ഒരു ഫ്ലാറ്റാണിത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ ബന്ധപ്പെടുക.